ചോദ്യം 1. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ഉത്തരം സരോജിനി നായിഡു. ചോദ്യം 2. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ CH മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് സംഘടനയോടാണ്? ഉത്തരം IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ചോദ്യം 3. നാട്ടിൽ നടക്കുന്ന ഏതു കാര്യത്തിന്റെയും ഉത്തരവാദിത്തം അവകാശപ്പെടുന്ന ബഷീറിന്റെ കഥാപാത്രം പിന്നീട് ഇത് മലയാളത്തിലെ ഒരു ശൈലിയായി മാറി? ഉത്തരം എട്ടുകാലി മമ്മൂഞ്ഞ്. ചോദ്യം 4. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ട ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ഉത്തരം റിപ്പബ്ലിക് ദിനം. ചോദ്യം 5. കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഏതാണ്? ഉത്തരം ദീപ്തി. ചോദ്യം 6. പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ നൽകുന്ന കേരളത്തിലെ പദ്ധതി? ഉത്തരം K-സ്മാർട്ട്. ചോദ്യം 7. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖ് ഏത് ഭാഷയിലാണ് എഴുതുന്നത്? ഉത്തരം കന്നഡ. ചോദ്യം 8. ഒരു സംഖ്യ തന്നെ 8 തവണ കൂട്ടിയപ്പോൾ 64 കിട്ടി. സംഖ്യ ഏത്? ഉത്തരം 8. ചോദ്യം 9. മനുഷ്യ ശരീരത്തിലെ ഏത് ആന്തരികാവയവത്തെ ബാധിക്കുന്ന രോഗമാണ് സിറോസിസ്? ഉത്തരം കരൾ. ചോദ്യം 10. മഹാത്മാഗാന്ധി എന്ന നേതാവിന്റെ മഹത്വം ഇന്ത്യ തിരിച്ചറിഞ്ഞ ആദ്യത്തെ സമരമായിരുന്നു ചമ്പാരൻ സമരം. ചമ്പാരൻ പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ചോദ്യം 11. കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ. ചോദ്യം 12. 2025 സെപ്റ്റംബർ 1 തിങ്കളാഴ്ച ആണെങ്കിൽ ആ മാസം 30 ഏത് ദിവസമായിരിക്കും? ഉത്തരം ചൊവ്വ. ചോദ്യം 13. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും 286 ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച പേടകം? ഉത്തരം സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം. ചോദ്യം 14. പ്ലാസ്റ്റിക് സഞ്ചികളുടെ കനം ഏത് യൂണിറ്റിലാണ് അളക്കുന്നത്? ഉത്തരം മൈക്രോൺ. ചോദ്യം 15. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷത എന്താണ്? ഉത്തരം അനുകൂലനം. ചോദ്യം 16. മഹാഭാരതത്തെ ആസ്പദമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? ഉത്തരം രണ്ടാമൂഴം. ചോദ്യം 17. താഴെ കൊടുത്തവയിൽ ശിശു സംരക്ഷണം പ്രവർത്തന മേഖലയായ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകം ഏത്? ഉത്തരം B. ചോദ്യം 18. ഇന്ത്യയിലെ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം രാഷ്ട്രപതിയെ. ചോദ്യം 19. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ഈ പ്രസിദ്ധമായ ആഹ്വാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ചോദ്യം 20. ഫിഫ എന്നത് ഏത് മത്സരവുമായി ബന്ധപ്പെട്ട പേരാണ്? ഉത്തരം ഫുട്ബോൾ.